ഇത് നമ്മളൊന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. ഇച്ചിരി പണിയെടുക്കണം, കുറച്ച് അധ്വാനിക്കണം. ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ കുറേ പണിയെടുക്കണം, കുറേ അധ്വാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഉപജീവനത്തിന് അധ്വാനിക്കണം. ഇതാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. അതിന് നഗരം സാക്ഷി, നഗരത്തിൻ്റെ ചരിത്രം സാക്ഷി. ഇബ്രാഹീമിലൂടെ തുടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഈ ജലശൂന്യമായ മണ്ണിൽ വലിച്ചെറിഞ്ഞപ്പോൾ എത്ര പ്രയാസകരമായിരുന്നു ഈ നഗരസ്ഥിതി. ആ നഗരം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അതുപോലൊരു നഗരമുണ്ടോ? ലോകം പറയാറുണ്ട് ലോക ഫുട്ബോളിൻ്റെ മക്കയാണ് എന്ന് ചില സ്ഥലങ്ങളെക്കുറിച്ച്. വിംബിൾഡണെക്കുറിച്ച് പറയാറുണ്ട് ലോക ടെന്നീസിൻ്റെ മക്കയാണതെന്ന്. നമ്മൾ പറയുന്നതല്ല, യൂറോപ്യൻസ് ഉപയോഗിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണും കരളും ഹൃദയവും ഒരുപോലെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പട്ടണത്തെ ലോകത്ത് ആത്മീയവാദികളല്ല, മുസ്ലിമീങ്ങളല്ല, മറ്റുള്ള ആളുകൾ ഉദാഹരണമായി പറയുന്നത് അതിൻ്റെ മക്കാന്നാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ ജീവിത ദർശനം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ നിലയിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകളിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഈ ലോകം മാത്രമാണ് ജീവിതമെന്നുള്ള ഭൗതിക തൽപരരായ, കേവലം ഭൗതിക മോഹികളായ, ഇന്ദ്രിയ സുഖതൽപരരായ, ശരീരത്തെ മാത്രം ജീവിതത്തിൻ്റെ ആധാരമായി വിലയിരുത്തുന്ന മൃഗതുല്യമായ മനോഭാവങ്ങളുടെ അടിമകളുടെ സങ്കല്പമോ ജീവിത ദർശനമോ അല്ല ഇസ്ലാം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ജീവിതത്തിൻ്റെ ദർശനം ശരീരത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു മനസ്സിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിർത്തുകയും ആ മനസ്സിൻ്റെ ശരിതെറ്റുകളെ വളരെ കൃത്യമായി നിർവചിച്ചും വിവേചിച്ചും നമ്മുടെ ജീവിതത്തെ അല്പം ശ്രമകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന വളരെ വ്യക്തമായ ഒരു ജീവിത ദർശനമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുഖം കിട്ടുമ്പോഴെല്ലാം നമ്മൾ വിജയിച്ചുവെന്നോ ദുഃഖവും പ്രയാസവും വരുമ്പോഴെല്ലാം നാം പരാജയപ്പെട്ടുവെന്നോ ഉള്ള പൊതുവായ ലോക കാഴ്ചപ്പാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണം എന്ന കാര്യം വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടല്ല നാം നിലപാട്, ജീവിത സമീപനങ്ങൾ കൈക്കൊള്ളുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്ന് എത്രയോ അകലെ വ്യതിചലിച്ചു പോകുമെന്ന കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം എപ്പോഴും നമ്മുടെ മുമ്പിൽ, വിശുദ്ധ ഖുർആനും നമ്മുടെ മുമ്പിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, ജീവിത പരിസരങ്ങളിൽ നാം നേർക്കുനേരെ കാണുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെന്ന് തോന്നിക്കുന്ന, യഥാർത്ഥത്തിൽ അവ ജീവിത യാഥാർത്ഥ്യങ്ങളല്ല, ജീവിതത്തിൻ്റെ ചില പ്രത്യക്ഷ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളിലൂടെ നാം വായിച്ചെടുക്കുന്നതും പരലോകം മനസ്സിലാക്കാത്ത, ആഖിറം മനസ്സിലാക്കാത്ത, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത, ദർശനമറിയാത്ത, കേവലം ഭൗതിക മാത്രപ്രസക്തരായ ആളുകൾ കാണുന്നത് പോലെ നമ്മൾ ജീവിതത്തെ കാണരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്റിലൂടെ നമ്മെ പഠിപ്പിച്ച പാഠം അതാണ് എന്ന് നാം ധാരാളം ആഴ്ചകളിലൂടെയാണ് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചത്. ഈ ലോകത്ത് നാം കാണുന്നത് മാറ്റങ്ങളുടെ ഒരു ലോകമാണെന്ന് പരിശുദ്ധ സൂറത്തുൽ ഫജ്ർ നമ്മളോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ ഒരു സ്ഥിതിഗതികളും സ്ഥായിയല്ല, മാറ്റങ്ങൾക്ക് വിധേയമാണ്, ശാശ്വതമല്ല, പരിവർത്തന വിധേയമാണ് ഈ ലോകത്തെ ജീവിതം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥിതിയിൽ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് അതാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് വിലയിരുത്തുന്നവർ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരാണ് എന്നാണ് സൂറത്തുൽ ഫജ്ർ പറഞ്ഞത്. പലവട്ടം ഞാനതിൻ്റെ ആമുഖങ്ങളിൽ ആവർത്തിച്ച കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രഭാതവും പ്രദോഷവും അതുപോലെ തന്നെ രാവും പകലും, ഒറ്റയും ഇരട്ടയും എന്നൊക്കെയുള്ള വ്യത്യസ്തമായ പ്രതീകങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രഭാതം പ്രദോഷത്തിനെന്ന പോലെ, രാവ് പകലിനെന്ന പോലെ, ഒറ്റ കഴിഞ്ഞാൽ ഇരട്ട, ഇരട്ട കഴിഞ്ഞാൽ ഒറ്റ എന്ന വിധത്തിൽ കാര്യങ്ങൾ ഒന്നിൽ നിന്ന് വൈരുദ്ധ്യമുള്ള, വ്യത്യസ്തതയുള്ള മറ്റൊന്നിലേക്ക് വഴിമാറുന്ന ഒരു ലോകത്തിൻ്റെ പരിസരത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ജീവിതം എന്ന കാര്യം അല്ലാഹു തആല നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി സൂറത്തുൽ ഫജ്റിലൂടെ. എന്നിട്ട് അതിന് ഉപോത്ബലകമായ ചരിത്ര സംഭവങ്ങളെ, പ്രകൃതി യാഥാർത്ഥ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുകയായിരുന്നു. ആത്മീയമായ യാഥാർത്ഥ്യങ്ങളും അങ്ങനെ തന്നെയാണെന്നും
അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫജ്ർ നമ്മെ പഠിപ്പിച്ചത് നാം കാണുന്നതിനപ്പുറത്താണ് യാഥാർത്ഥ്യമെന്നാണ്. ഈമാൻ്റെ അർത്ഥം അതാണ്. നാം ഈ കാണുന്നതിനപ്പുറത്താണ് യാഥാർത്ഥ്യം. ഇത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടൂ. ഇത് ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിന് മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടൂ. ഇത് ശരിയായ വിധത്തിൽ ഉള്ളിൽ തട്ടി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ ജീവിതത്തിലെ പ്രക്ഷുബ്ധാവസ്ഥകളെ സമചിത്തതയോടുകൂടി തരണം ചെയ്ത് മുന്നേറാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാത്തവരൊക്കെ പതറിപ്പോകും. ആ പതർച്ചകൾ ഇന്ന് ലോകത്ത് ധാരാളം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേ യാഥാർത്ഥ്യങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അതിൻ്റെ ആദ്യ നാളുകളിൽ ആ പരിശുദ്ധ ഖുർആൻ്റെ അഭിസംബോധിതരായ അറേബ്യയിലെ ആ സമൂഹത്തെ, മക്ക മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ജീവിതത്തിൻ്റെ ദർശനം എന്താണെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വലുതല്ലാത്ത സൂറകൾ, ചെറുതല്ലാത്ത സൂറത്തുകൾ കൊണ്ടാണ് അവരെ അഡ്രസ്സ് ചെയ്തത് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓരോരോ കൊച്ചു കൊച്ചു സൂറത്തുകളിലൂടെ അത് അവരുടെ ഉള്ളിൽ മനഃപ്പാഠമാക്കപ്പെടണം. അവർക്ക് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ കഴിയണം. ആ പാരായണത്തിൻ്റെ ആശയങ്ങൾ അക്ഷരങ്ങളിലൂടെ, അർത്ഥങ്ങളിലൂടെ അവരുടെ ഉള്ളറകളിൽ ആഞ്ഞു പതിക്കണം. എന്നിട്ട് അതവരുടെ ഉള്ളിൽ വേര് പിടിച്ച വലിയൊരു ജീവിത ദർശനമായി പരിണമിക്കണം എന്ന് പടച്ചതമ്പുരാൻ ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യമിറങ്ങിയ ആയാത്തുകളൊക്കെ അത് വരുന്നത് മക്ക കാലഘട്ടത്തിലേത്, അഥവാ ഹിജ്റയ്ക്ക് മുമ്പുള്ള കാലഘട്ടമെന്ന് പറയപ്പെട്ട ആ കാലഘട്ടത്തിലെ സൂറകളെല്ലാം ചെറുതാണ്, വലുതല്ല. അതിനുശേഷം സൂറകളുടെ സ്വഭാവം, അതിൻ്റെ ദൈർഘ്യം വ്യത്യസ്തമാകുന്ന, വലുതാകുന്നത് നാം കാണുന്നുണ്ട്. മക്ക കാലഘട്ടത്തിന് ശേഷം മദീനയിലേക്ക് മഹാനായ പ്രവാചകൻ പോയതിന് ശേഷം ഇസ്ലാമിക ജീവിതത്തിൻ്റെ ബാലാരിഷ്ടതകളെ അതിജീവിച്ചതിന് ശേഷം ഇസ്ലാം ഒരു ശക്തിയായി, ഇസ്ലാം ഒരു രാഷ്ട്രശക്തിയായി, ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ വേറുറച്ചതിന് ശേഷം പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുകൾ നാം കാണുന്നത് വളരെ നീണ്ട സൂറകളായിട്ടാണ്. ഒരു പേജിൽ 3-4 സൂറകളാണ് ആദ്യം നാം കാണുന്നതെങ്കിൽ പിന്നീട് മദീന കാലഘട്ടത്തിൽ നാം കാണുന്നത്, ഹിജ്റാനന്തര കാലത്തിൽ കാണുന്നത് 2-3 ജുസുകൾ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ സൂറകളെയാണ്. കാരണം അവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ അവൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളെയും പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളുമായി ആണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ 4-5 പേജുകളിലൂടെ കടന്നു പോകുന്നത് കാണാം. തുടരെ പലിശ എന്ന് പറയുന്ന ദുരന്തത്തെക്കുറിച്ച്, ദാനധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ പറയാൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല 4-5 പേജുകൾ മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു തആല ഒരുപാട് സമയം ദീർഘമായ സൂറകളിലൂടെയാണ് നമ്മെ പഠിപ്പിച്ചു തന്നതെങ്കിൽ ആദ്യം അല്ലാഹു സ്വീകരിച്ച നയം അതല്ല. ഓരോ കൊച്ചു സൂറത്തുകളിലൂടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറകൾ നമ്മുടെ മനസ്സിൽ പാകി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ ആ ചെറിയ സൂറത്തുകളിലൂടെ നാം കടന്നുപോയി നമ്മുടെ വിശ്വാസത്തെ ഇപ്പോഴും ഉറപ്പിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ചെറിയ സൂറത്തുകളൊക്കെ നമുക്കൊരു കുറച്ചിലാണ്. നമുക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഖുർആൻ ഓതുന്നവർക്കും ചെറിയ സൂറത്തുകൾ ഒരു കുറച്ചിൽ പോലെ തോന്നും. ചെറിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ അതൊരു കുറവായി. ചെറിയ സൂറത്തുകൾ നാം ഓതുക മാത്രമല്ല, ചെറിയ സൂറത്തുകളുടെ അർത്ഥങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഏറ്റവും ചെറിയ സൂറത്തിൻ്റെ അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന ദർശനങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്ത് ഖുൽ ഹു അല്ലാഹുണ്ടല്ലോ, അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം അറിയാത്തവരായി
ഒരാൾ പോലും നമ്മളിൽ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുമായിരുന്ന മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ മഹാനായ പ്രവാചകൻ ജിബ്രീലുമായി സംസാരിച്ച് നിൽക്കെ അകലെ കാണാനിടയായി. ജിബ്രീൽ അലൈഹിസ്സലാം അബൂദറിനെ ദൂരത്ത് കാണുമ്പോഴേ ചോദിച്ചു, പ്രവാചകരെ, ആ വരുന്നത് അബൂദർ അല്ലേ എന്ന്. പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്, അബൂദറിനെ താങ്കൾക്ക് പരിചയമാണോ എന്നാണ്. അതിനുത്തരമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അബൂദറിനെ ഞങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണോ അങ്ങ് ചോദിക്കുന്നത്? അബൂദറിനോളം ഞങ്ങൾക്കിടയിൽ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ കുറവാണ് എന്നാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്റ്റാർ അല്ലേ, ഞങ്ങൾക്ക് അദ്ദേഹം സുപരിചിതനാണ് എന്നാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ പ്രവാചകനോട് പറഞ്ഞത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസിൽ ആനന്ദിക്കുന്ന ആളാണ്, ആസ്വദിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ അധികവും സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്നാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എൻജോയ് ചെയ്യുന്ന, സൂറത്തുൽ ഇഖ്ലാസിൽ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സവിധത്തിൽ എത്ര വലിയ പദവിയാണ് എന്നാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതെങ്കിൽ, ഓരോ ചെറിയ സൂറകളും നമ്മുടെ മനസ്സിൽ നമ്മളതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നിട്ടാകണം നാം നമസ്കാരത്തിൽ ആ സൂറകൾ ഓതേണ്ടത്. അപ്പോഴാണ് നമസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യാനാവുക, ഹൃദയ സാന്നിധ്യം വേണ്ടത്ര ഉണ്ടാവുക. നാം നമ്മുടെ ജീവിക്കുന്ന ജീവിതവുമായി നമ്മുടെ മനസ്സിനെ പൊരുത്തപ്പെടുത്താൻ നമുക്ക് പറ്റുക. ഇല്ലെങ്കിൽ ജീവിതം ഒരു വഴിയേ, ആരാധനകൾ വേറൊരു വഴിയേ എന്ന വിധത്തിലായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സൂറത്തുൽ ഫജ്റിനെ നാം കുറേ സമയം ദിവസങ്ങളിലൂടെ മനസ്സിലാക്കിയതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന അടുത്ത സൂറയിലേക്ക് നാം ഒന്ന് കടക്കുകയാണ്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ബലദ് എന്നാണ്. സൂറത്തുൽ ബലദും ഏതാണ്ട് സൂറത്തുൽ ഫജ്റിൻ്റെ സന്ദേശത്തിൻ്റെ തുടർച്ചക്കാരനാണെന്ന് പറയാം. സൂറത്തുൽ ബലദ് എന്ന് പറഞ്ഞാൽ, ബലദ് എന്ന് പറഞ്ഞാൽ ഈ പട്ടണം, ഈ നാട് എന്നാണ് അതിനർത്ഥം. ആ നാട് മറ്റേതു നാടുമല്ല, ആ നാട് പരിശുദ്ധ മക്ക നഗരം തന്നെയാണ്. പരിശുദ്ധ മക്കയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറ എന്ന നിലയിൽ സൂറത്തുൽ ബലദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ സൂറത്തുൽ ബലദ് നമ്മളോട് പറയുന്നത് എന്താണെന്നതിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. അള്ളാഹു പറയുന്നു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഏ മനുഷ്യരെ, കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ലാ ഉഖ്സിമു അല്ല കേട്ടോ. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ നമ്മൾ വിചാരിക്കുക ലാ ഉഖ്സിമു എന്നാണെന്നാ. ലാ വേറെ, ഉഖ്സിമു വേറെ. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ സത്യപ്പെടുത്തുന്നില്ല, സത്യം ചെയ്യുന്നില്ല, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്നാണ് അതിനർത്ഥം വരിക. പക്ഷേ ഇവിടെ അർത്ഥം അതല്ല. ലാ 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 അല്ലേ അല്ല, നിങ്ങളുടെ ധാരണ പോലെയല്ല യാഥാർത്ഥ്യമെന്നാണ്. അതുതന്നെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ലാ ഉഖ്സിമു എന്ന് അല്ലാഹു തആല പലയിടത്തും പറയുന്നുണ്ട്. ബിമവാഖിഇൻ നുജൂം. സൂറത്തുൽ വാഖിഅ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഇതുപോലൊന്ന് വന്നു. ലാ അല്ല. ഉഖ്സിമു ഞാൻ ആണയിടട്ടെ, ഉഖ്സിമു ഞാൻ ആണയിട്ട് പറയുകയാണ്. ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ പതന കേന്ദ്രങ്ങളെ പിടിച്ചാണയിട്ട് പറയുകയാണ്. വ ഇന്നഹു ലഖസം ലൗ തഅലമൂന അളീം. അതൊരു വല്ലാത്ത സത്യമാണ്, ഒരു പ്രതിജ്ഞയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ വല്ലാത്ത പ്രതിജ്ഞയാണെന്ന്. അത് ഞാൻ അന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു അവിടെയും ഉഖ്സിമു എന്ന് ആണയിട്ട് പറയുന്നു എന്ന് പറയുന്നിടത്ത് ആണയിടുന്നതിനു മുമ്പേ ലാ ഉപയോഗിച്ചു. അവിടെ നിങ്ങളുടെ ധാരണ തെറ്റാണെന്ന് പറയാനാണ് ആ ലാ ഉപയോഗിച്ചത്. അത് നിങ്ങളുടെ ധാരണ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യത്തിലേക്ക് പടച്ചോൻ കടക്കുന്ന ഒരു ശൈലിയാണത്. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂന വമാ ലാ തുബ്സിറൂൻ. അല്ല, നിങ്ങളുടെ ധാരണ തെറ്റാണ്, നിങ്ങൾ ധരിച്ചതുപോലെ അല്ല കാര്യം. ഉഖ്സിമു ഞാൻ ആണയിട്ട് പറയുന്നു
ബിമാ തുബ്സിറൂന വമാ ലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നത് കൊണ്ടും കാണാത്തത് കൊണ്ടും ഞാൻ ആണയിട്ട് പറയുന്നു. നോക്കൂ, അള്ളാഹു സത്യം ചെയ്യുന്നത് നാം കാണുന്ന ചിലത് കൊണ്ടും കാണാത്ത ചിലത് കൊണ്ടും എന്നവിടെ പറഞ്ഞു. അവിടെയും അള്ളാഹു ഫലാ ഉഖ്സിമു പറഞ്ഞു, ലാ വേറെ ഉഖ്സിമു വേറെ. നിങ്ങളുടെ ധാരണ തിരുത്തപ്പെടേണ്ടതാണെന്നാണ് അള്ളാഹു അവിടെയും പറയുന്നത്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. അള്ളാഹു തആല രാവിൻ്റെ സന്ധ്യാസമയത്തിൻ്റെ ചുവപ്പ്, ആ വർണ്ണരാജിയെക്കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വൽ ഖമരി ഇദ തസഖ്. പൂർണ്ണവൃത്തം എത്തി നിൽക്കുന്ന തിളങ്ങുന്ന ചന്ദ്രനെ കൊണ്ടും അവിടെയും അള്ളാഹു തആല ഉഖ്സിമു പറഞ്ഞപ്പോൾ ലാ, തിരുത്തപ്പെടേണ്ടതാണ് നിങ്ങളുടെ ചില ധാരണകൾ, ഞാൻ ആണയിട്ട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയത്തിലേക്ക് അള്ളാഹു വരുന്നത്. അങ്ങനെ പലവട്ടം അള്ളാഹു ഉപയോഗിച്ച ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് നമ്മളോട് ഇവിടെയും സൂറത്തുൽ ബലദിൻ്റെ തുടക്കത്തിലും സംസാരിക്കുകയാണ്. ഫലാ ലാ ഉഖ്സിം, ലാ ലാ ലാ, അല്ലേ അല്ല, ഇനിയും നിങ്ങൾ നിങ്ങളുടെ ധാരണകൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന, അവൻ നേർക്ക് നേരെ കാണുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ തൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയതുമായ ഒരു പൊതുധാരണയുണ്ട്. എല്ലാ മനുഷ്യരുടേതും പോലെ നാം ലോകത്ത് കാണുന്ന നമ്മുടെ നൃത്യക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ സുഖദുഃഖങ്ങളുടെ, അതുപോലെ തന്നെ സമ്പന്നത ദാരിദ്ര്യത്തിൻ്റെ, അതുപോലെ തന്നെ അധികാര പദവികളുടെ അതില്ലാത്തതിൻ്റെ ഒക്കെ പേരിൽ നാം വെച്ച് പുലർത്തുന്നത് ഇതൊക്കെ ഉള്ളവർ വിജയിച്ചു, അതുപോലെ തന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ടവർ അന്തിമമായി പരാജയപ്പെട്ടു എന്നുള്ള നമ്മുടെ ഒരു മിഥ്യാബോധമുണ്ട്, ഒരു സങ്കല്പമുണ്ട്. അത് തിരുത്തണമെന്നാണ് ഇവിടെയും അല്ലാഹ് പറയണത്. സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞതും അതാ. ലോകം വൈരുദ്ധ്യാത്മകമാണ് മനുഷ്യരെ, ഒന്നിൽ നിന്ന് തികച്ചും വിരുദ്ധമായ മറ്റൊന്നിലേക്ക് പൊടുന്നനെ മാറുന്ന ലോകത്താണെന്ന് പറഞ്ഞ പോലെ ഇവിടെയും അല്ലാഹ് പറയുകയാണ്, ഫലാ, നിങ്ങളുടെ ധാരണകളെ മനുഷ്യരെ തിരുത്തേണ്ടതാണ്. ഉഖ്സിമു, ഞാൻ ആണയിടുകയാണ്, ബിഹാദൽ ബലദി, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, ഈ നാട് അതിന് സാക്ഷിയാണ്. അള്ളാഹു പറയുക, ഈ നാട് തന്നെ സാക്ഷി, നിങ്ങളുടെ ധാരണകൾ തിരുത്തപ്പെടേണ്ടതാണെന്നതിന് ഈ നാട് തന്നെ സാക്ഷി. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ അങ്ങ് അവതരിച്ചു എന്നതും കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഈ നാട്ടിലാണ് അങ്ങ് അവതരിച്ചത്. ഈ അത്ഭുതകരമായ ഒരു നാട്, ചരിത്രം വിളിച്ചോതുന്ന, നിങ്ങളുടെ കെടുധാരണകൾ തിരുത്തപ്പെടേണ്ടതാണെന്ന മഹായാഥാർത്ഥ്യത്തെ ഈ ലോകത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ലോകത്തെ ഒരത്ഭുത നാട്, ആ നാട് കൊണ്ട് ഞാൻ ആണയിടുന്നു. നിങ്ങളുടെ ധാരണ തിരുത്തപ്പെടേണ്ടതാണെന്നത് ഈ ലോകത്തൊരു നാട് ഉറക്കെ പറയുമെങ്കിൽ അത് ഈ നാടാണ്, ഈ നാടാണ്. ബിഹാദൽ ബലദ്, ഈ നാട് നിങ്ങളോട് പറയും നിങ്ങളുടെ ധാരണകൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തിരുത്തപ്പെടേണ്ടതാണെന്ന്. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, ഇതേ നാട്ടിലാണ് താങ്കൾ അവതരിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് സത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന, അതിനുവേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളെയും വലിച്ചെറിഞ്ഞ് ജീവിതത്തിൽ ആരും ഏറ്റെടുക്കാത്ത വിധത്തിലുള്ള നിസ്തുലമായ ത്യാഗങ്ങൾ ഏറ്റെടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിറങ്ങിയ നാടും ഇതാണ് എന്നതും ഞാൻ സത്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലല്ല പ്രവാചകൻ വന്നത്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഹോങ്കോങ്ങിൻ്റെ സ്വർഗവാതിലുകൾ തുറന്നു തന്ന നിറഞ്ഞ ഹോങ്കോങ്ങിൻ്റെ തെരുവുകളിലും അല്ല പ്രവാചകൻ വന്നത്. അങ്ങനെയുള്ള സ്വർഗഭൂമികളെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ മലയാളത്തിൻ്റെ ഹരിതാപമായ മണ്ണിലുമല്ല ഈ നബി വന്നത്. അൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് അവതരിച്ചതും ഈ മണ്ണിലാണ്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഏതു തരം മണ്ണാണ്? നിർജ്ജലമായ മലകൾക്കിടയിലെ വെള്ളവും പുല്ലുമില്ലാത്ത വളരെ വളരെ വരണ്ട ഈ താഴ്വരയിൽ, ഈ നാട്ടിൽ, ഈ മണ്ണ്, ഈ പട്ടണം, ഈ നഗരിയെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ലാ എന്ന്. എന്തു പറയുന്നു? ലാ എന്ന്. നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഈ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ധാരണകൾ തിരുത്തപ്പെടേണ്ടതാണെന്ന്. ഈ മണ്ണിൽ ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നബി വന്നതേ ഉള്ളൂ. ഇന്ന് ലോകത്തെ ആ മണ്ണ് അത്ഭുതപ്പെടുത്തുകയാണ് മക്ക നഗരി. പരിശുദ്ധ റമദാനിൽ മാത്രമല്ല, ഹജ്ജിൻ്റെ സമയത്ത് മാത്രമല്ല, ആ നഗരി ലോകത്തെ ഇന്ന് അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദശലക്ഷങ്ങളെ കൊണ്ട് തിങ്ങി വിങ്ങുന്നത്,
ആ നഗരി, ആ നാടിനെ കുറിച്ചാണ് പറയണത്. ആ നഗരി അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന നഗരിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ച പോലെയല്ല. നിർജ്ജനമായ മലകൾക്കിടയിൽ പുല്ലും വെള്ളവുമില്ലാത്ത ഈ മലമടക്കുകളിൽ ഈ വരണ്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അവിടെ തന്നെ ഈ പ്രവാചകൻ ജനിച്ചു. മക്കയുടെ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ തിരുപരിസരത്ത് ഒന്ന് കണ്ണു നീട്ടി നോക്കിയാൽ കാണുന്നിടത്ത്, ഇന്ന് പരിശുദ്ധമായ മക്കയിലെ ആ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന ആ മഞ്ഞ കെട്ടിടത്തിൽ, മഞ്ഞ പെയിൻ്റ് അടിച്ച കെട്ടിടം സ്ഥിതി ചെയ്യുന്നിടത്ത്, അന്തഹില്ലും ബിഹാദൽ ബലദ്, അങ്ങെന്ന് പറയുന്ന ഈ ലോകത്തെ പ്രത്യക്ഷ യാഥാർത്ഥ്യങ്ങളെ അത്ഭുതകരമാം വിധം അട്ടിമറിക്കാൻ പോകുന്ന അങ്ങെന്ന് വ്യക്തി അവതരിച്ചതും ഈ മണ്ണിലാണ്. അത് വെച്ച് ഞാൻ സത്യം പറയുകയാണ്. അതും ഞാൻ ആണയിടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ മണ്ണ്, ഈ അത്ഭുത മണ്ണ് വൈരുദ്ധ്യങ്ങളെ ഈ ലോകത്ത് ഉൽപ്പാദിപ്പിച്ച് വളർത്താൻ പോകുന്ന ഈ മണ്ണ് കൊണ്ട് സത്യം ചെയ്യുന്നു. ഈ മണ്ണിലാണ് അങ്ങയെപ്പോലുള്ള ഒരു പരിഷ്കർത്താവ് ലോകമാനവികതയെ അത്ഭുതകരമായ നിലയിൽ സ്വാധീനിക്കാൻ പോകുന്ന, ലോകചരിത്രത്തെ കീഴ്പ്പെടുത്തുന്ന അങ്ങ് അവതരിച്ചതും ഇവിടെയാണെന്നതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വവാലിദിൻ വമാ വലത്, പിതാവിനെ കൊണ്ടും പുത്രനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് അതിനർത്ഥം? ആദമിനെ കൊണ്ടും ആദമിൻ്റെ മക്കളെ കൊണ്ടുമാണെന്ന് പണ്ഡിതന്മാരിൽ ചിലർ, വേറെ ചിലർ പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിമിനെ കൊണ്ടും ആ പ്രവാചക സന്താനങ്ങളായ മക്കളെ കൊണ്ടുമാണെന്ന് വേറെ ചിലർ, അതിൽ തന്നെ പ്രവാചക പിതാവായി മാറിയ, നമ്മുടെ പ്രവാചകൻ്റെ പിതാവായി മാറിയ ഇസ്മായിൽ പിതാവിനെ കൊണ്ടും, പിന്നെ അറബികളുടെ പിതാവായി അദ്ദേഹം മാറി, അങ്ങനെ ആ അറബി ആ പുത്രകുലത്തിൽ പിറന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ എന്ന മകനെ കൊണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വാലിദിൻ വമാ വലതെന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥമുണ്ടത്രേ. അള്ളാഹുവിൻ്റെ വാക്കുകളല്ലേ. ഏത് പിതാവിനെയാണ്, ഏത് പുത്രനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വളരെ കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടില്ല. അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്നു, എല്ലാ പിതാവും എല്ലാ മക്കളും എന്നാണ് അതിനർത്ഥം. പിതാവും മക്കളും, പിതാവിനെ കൊണ്ടും മക്കളെ കൊണ്ടും ഞാൻ ആണയിടുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ അഭിസംബോധനകൾ ഒരു വലിയ ആശയത്തെ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ച്, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢീകരിച്ച്, നമ്മുടെ തെറ്റായ ധാരണകളെ ശുദ്ധീകരിച്ച്, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ പരലോകം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചാനയിക്കുന്ന നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മുടെ ഉള്ളിലേക്ക് വലിയ ചെറിയ ആശയങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അള്ളാഹു താല അതിലേക്ക് തുറക്കുന്ന കവാടങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. സൂറത്തുൽ ഫജ്റിൽ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? അതുപോലെ അള്ളാഹു താല ഇവിടെ ഉപയോഗിക്കുന്ന ആമുഖങ്ങൾ കണ്ടില്ലേ? ഈ നിർജ്ജനമായ, ഫലജലശൂന്യമായ, അതുപോലെ തന്നെ വരണ്ടുണങ്ങിപ്പോയ, കത്തിപ്പഴുത്ത് കിടക്കുന്ന ഈ നഗരത്തെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു. അവിടെ അവതരിച്ച, അവിടെ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച അങ്ങയെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു. പിതാപുത്രന്മാരെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? അള്ളാഹു പറയുകയാണ്, വവാലിദിൻ വമാ വലദ്, പറയുന്ന കാര്യം ഇതാ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം ഈ ലോകത്ത് പടച്ചിരിക്കുന്നത് കഷ്ടപ്പെടാൻ വേണ്ടിയാണ്, അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്, കരള് നുറുങ്ങാൻ വേണ്ടിയിട്ടാണ്. കബിദ് എന്ന് പറഞ്ഞാൽ കരളെന്നാ. കരള് നുറുങ്ങാൻ ശാരീരികമായ അധ്വാനം കൊണ്ടും മാനസികമായ ക്ലിഷ്ടതകൾ കൊണ്ടും കരള് നുറുങ്ങി അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ് ഈ ലോകത്ത് മാനവന് നാം സമ്മാനിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മളൊന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. ഇച്ചിരി പണിയെടുക്കണം, കുറച്ച് അധ്വാനിക്കണം. ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ കുറേ പണിയെടുക്കണം, കുറേ അധ്വാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഉപജീവനത്തിന് അധ്വാനിക്കണം. ഇതാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. അതിന് നഗരം സാക്ഷി, നഗരത്തിൻ്റെ ചരിത്രം സാക്ഷി. ഇബ്രാഹീമിലൂടെ തുടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഈ ജലശൂന്യമായ മണ്ണിൽ വലിച്ചെറിഞ്ഞപ്പോൾ എത്ര പ്രയാസകരമായിരുന്നു ഈ നഗരസ്ഥിതി. ആ നഗരം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അതുപോലൊരു നഗരമുണ്ടോ? ലോകം പറയാറുണ്ട്,
ലോക ഫുട്ബോളിൻ്റെ മക്കയാണ് എന്ന് ചില സ്ഥലങ്ങളെക്കുറിച്ച്. വിംബിൾഡനെ കുറിച്ച് പറയാറുണ്ട് ലോക ടെന്നീസിൻ്റെ മക്കയാണതെന്ന്. നമ്മൾ പറയുന്നതല്ല, യൂറോപ്യൻസ് ഉപയോഗിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണും കരളും ഹൃദയവും ഒരുപോലെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പട്ടണത്തെ ലോകത്ത് ആത്മീയവാദികളല്ല, മുസ്ലിമീങ്ങളല്ല, മറ്റുള്ള ആളുകൾ ഉദാഹരണമായി പറയുന്നത് അതിൻ്റെ മക്ക എന്നാണ്. നമുക്ക് മക്കയെ മനസ്സിലായിട്ടില്ല. ലോക ടെന്നീസിൻ്റെ മക്ക, ലോക ഫുട്ബോളിൻ്റെ മക്ക, അങ്ങനെ പലതിൻ്റെയും മക്ക എന്നാണ് ലോകത്തെ വിശേഷിപ്പിക്കുന്നത്. അല്ലാഹു ലാ, നിങ്ങളുടെ അബദ്ധധാരണകൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെന്ന് പറഞ്ഞിട്ട്, ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ പട്ടണത്തെ കൊണ്ട് ഞാൻ ആണയിടുന്നു എന്ന് അള്ള പറഞ്ഞ ആ പട്ടണം ഇന്ന് ലോക ഫുട്ബോളിൻ്റെ മക്കയാണെന്ന് ലോകം പറയുന്നു, യൂറോപ്യൻ പറയുന്നു. ലോക ടെന്നീസിൻ്റെ മക്കയെന്ന് ലോകം പറയുന്നു. ഈ മക്ക ഈ പ്രതിസന്ധികളുടെ, ഈ ഇല്ലായ്മകളുടെ, ഈ വറുതികളുടെ, ഈ കത്തിപ്പഴുത്ത് കിടക്കുന്ന ഈ മണലുകളുടെ കൂമ്പാരത്തിൽ നിന്നുകൊണ്ട് ഈ പട്ടണം ലോകത്ത് വിസ്മയം സൃഷ്ടിക്കാൻ പോകുന്നു. ഇതാണ് ലോകം. വൈരുദ്ധ്യാത്മകമാണ്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചല്ല കാര്യം പോകുന്നത്. ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്നുണ്ട്. പറയുന്നത് എന്താണ്? മനുഷ്യൻ പണിയെടുത്ത് കഷ്ടപ്പെടാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുണ്ട്. ഏതെങ്കിലും ഒരു മിഷൻ മനുഷ്യനുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ മക്കൾക്ക് വേണ്ടി, പിതാവ് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടൊന്ന് വേറെ തന്നെയാണ്. അതാണ് അല്ലാഹു തആല വാലിദിൻ വമാ വലതെന്ന് പറഞ്ഞത്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പിതാവ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചുള്ള ഒരു കഷ്ടപ്പാട്. എല്ലാം ഒഴിഞ്ഞിട്ടിട്ടും ആ മക്കളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ലല്ലോ എന്ന നൊമ്പരവും വേദനയും അനുഭവിക്കുന്ന കഷ്ടപ്പാട്. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിലെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് പുതിയൊരു ലോകത്ത് ആരോടും പറയണ്ട. അപ്പോൾ കത്തിപ്പഴുത്ത, വറ്റി വരണ്ട, എല്ലാ പ്രയാസങ്ങളും തീഷ്ണതകളും ഏറ്റുവാങ്ങുന്ന മക്കയും അവിടെ കഷ്ടപ്പാടിൻ്റെ, ധാർമ്മികതയുടെ, അധ്വാനത്തിൻ്റെ പ്രതീകമായ മുഹമ്മദ് മുസ്തഫയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എത്തുമെന്ന ആളുകൾ വിചാരിച്ചേ? എന്നേ കുമ്പടഞ്ഞു പോകാൻ പോകുന്ന, തകർന്നടിഞ്ഞു പോകാൻ പോകുന്ന ഒരു ദർശനത്തിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടി ഓടിക്കപ്പെട്ട ഈ നബി അധ്വാനത്തിൻ്റെ പ്രതീകമാണ്. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം കഷ്ടപ്പാടിൻ്റെ ബന്ധമാണ്. പിതാവിനൊരു കാലത്ത് മക്കളൊരു ഭാരമാ. അവർക്ക് വേണ്ടി തൻ്റെ സമ്പാദ്യം കൊണ്ട് തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല. അവർ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചേനെ. എപ്പോഴാണോ മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അന്നവരുടെ കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളും തുടങ്ങുകയായി. ആണായ മക്കളാകട്ടെ പെണ്ണായ മക്കളാകട്ടെ, ഈ മക്കൾക്ക് ഈ പിതാവ് പിന്നീട് ഒരു കഷ്ടപ്പാടായി മാറുകയായി. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അങ്ങനെ തോന്നരുതെന്നല്ല പറഞ്ഞ അതുകൊണ്ട് കിബർ, അവരിന്ന് വൃദ്ധസദനങ്ങളിൽ വലിച്ചെറിയപ്പെടുകയാണ്. വർഷത്തിലൊന്നു പോലും തിരിഞ്ഞു നോക്കാൻ വലിച്ചെറിഞ്ഞ പൈസ എറിഞ്ഞു കൊടുക്കുന്ന മക്കൾ. ഈ കഴിച്ച നാൾ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു വലിയ പ്രോപ്പർട്ടി വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വില്ലകൾ പണിയുക. അമേരിക്കയിലെ മക്കൾ അവരുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുന്നതിന് കുറഞ്ഞ ഒരാൾ 1 ലക്ഷം രൂപ തരും. നല്ല വരുമാനമാണ്. മാതാപിതാക്കളെ താമസിപ്പിക്കാൻ ഏറ്റവും നല്ല വരുമാന മാർഗം ഇവിടെ തന്നെയാണ്, ആലുവയിൽ തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും നല്ല വഴി 1 ലക്ഷം രൂപ കൊടുക്കും, കാശെറിഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു ക്രിസ്മസിന് പോലും വന്ന് നോക്കൂല, തിരിഞ്ഞു നോക്കൂല. നോക്കിക്കോണമെന്ന്. വവാലിദിൻ വമാ വലത്, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒരു കാലത്ത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും പൊല്ലാപ്പ് അനുഭവിക്കുന്ന ഒരു ലോകമാണിത്. അതുകൊണ്ട് പൊല്ലാപ്പില്ലാതെ, കഷ്ടതയില്ലാതെ, പക്ഷെ ഈ കഷ്ടമൊക്കെ പിന്നീട് എന്തായി മാറുമെന്ന് അറിയണമെന്നാ പുറകെ പറയുക. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇത് പറയുക. എന്നിട്ടല്ല ഇത് പറയുന്നത് എന്താ? ലഖദ് ഖലഖനൽ ഇൻസാൻ ഫീ കബദ്. മനുഷ്യൻ ചിലതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയുള്ളതാണടാ നിന്റെ ജീവിതമെന്നാ. ഇത് തന്നെ ഇസ്ലാമിൻ്റെ ജീവിത ദർശനം. പണിയെടുക്കാതെ ഫലം കാണാൻ വേണ്ടി കൊതിച്ച് വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് നാമമാത്രമായ ആരാധനകളും കുറേ പ്രാർത്ഥനകളും ജൽപ്പനങ്ങളുമായി ജീവിതത്തിൽ പടച്ചവൻ്റെ സഹായവും പ്രതീക്ഷിച്ച് ആരും കാത്തിരിക്കേണ്ട. കഷ്ടപ്പാടാണ് മനുഷ്യൻ്റെ ജീവിതം.
കഷ്ടപ്പെടുത്താതിരിക്കാൻ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, കഷ്ടപ്പാടുകൾ അതെങ്ങനെയൊക്കെ, അതൊക്കെ നമുക്ക് പറയാം. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. ഇത്രയും 3 പ്രതീകങ്ങൾ എത്ര മനോഹരമാണ്. ഇതിൽ മനോഹരമായി അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതീകമായി ചൂണ്ടിക്കാട്ടാൻ വേറെ ഒന്ന് ലോകത്തില്ല. എന്നിട്ട് അള്ളാഹ് പറയുന്നു, മനുഷ്യരെ കഷ്ടപ്പെടാൻ വേണ്ടിയാണ് കുറെ പണിയെടുക്കണം. അള്ളാഹു നമുക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ലക്ഷ്യം നേടുന്ന ഭാഗ്യശാലികൾ. അതിനാണ് മനുഷ്യൻ പരിശ്രമിച്ചിടുകിൽ ഏതിനെയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മാനുഷനപ്പാരിലയച്ചതീശൻ. മനുഷ്യനെ പണിയെടുക്കാൻ കൊള്ളാവുന്ന നല്ല കൈയുമായിട്ടാണ്. മൃഗത്തെ പോലെ അല്ലല്ലോ. മൃഗത്തിൻ്റെ കൈ താഴോട്ട് കുത്തി വെച്ചപ്പോൾ നമ്മുടെ കൈ മേലോട്ടുള്ള പൊക്കി വെച്ചു. നീണ്ട കൈകളാണ്, പണിയെടുക്കാം. വേണമെങ്കിൽ നിനക്ക് ആകാശം വെട്ടിപ്പിടിക്കാം, ചന്ദനലിൽ കയറി നിൽക്കാം, അതുപോലെ തന്നെ എവറസ്റ്റിൻ്റെ ഹിമാലയത്തിൻ്റെ ഉച്ചിയിൽ കാലൂന്നാം. ഈ കയ്യും കാലുമാണ് നിന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയാണ്. പണിയെ, അധ്വാനത്തെ, കഷ്ടപ്പാടിനെ കുറച്ചിലായി കാണുന്ന ഒരു സംസ്കാരം ഇസ്ലാമിന് അന്യമാണ്. അവൻ ലക്ഷ്യം നേടില്ല എന്നല്ലാഹു പറയുകയാണ്. ഇത്രയും ഞാനിപ്പോൾ വിശദീകരിക്കുന്നുള്ളൂ. അള്ളാഹു ബാക്കി മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി എന്താണ് പടച്ചോൻ പറയണത്? ഇതൊക്കെ ഒന്ന് കേൾക്കണം, ഇതൊക്കെ ഒന്ന് അറിയണം. എന്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ സൂറകൾ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്? ഇതൊക്കെ കേട്ടാണ് സഹാബാക്കൾ ഈമാൻ്റെ ഉജ്ജ്വല ലോകോത്തര പ്രതീകങ്ങളായി മാറിയത്. ജീവൻ കഷ്ടപ്പെട്ട് ലക്ഷ്യം നേടാനുള്ളതാണെന്ന് കരുതിയത്. ഇപ്പോൾ ചെറിയൊരു ഭീഷണിയുടെ സ്വരം കേൾക്കുമ്പോൾ സ്വന്തം വിശ്വാസവും ആദർശവും മടക്കി പോക്കറ്റിലിട്ട് ശത്രുവിൻ്റെ ഭരണത്തേക്ക് പാഞ്ഞോടുന്നവരായി നാം മാറിയത് ഈ ദർശനം മനസ്സിലാകാത്തത് കൊണ്ടാണ്. പേടിക്കരുത് ഈ സമുദായമാരെയും. അല്പം കഷ്ടപ്പെടാനുള്ളതാണ് ഈ ജീവിതം. നബിമാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണിത്. സഹാബാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണിത്. സ്വാലിഹീങ്ങളെല്ലാം അധ്വാനിച്ചുണ്ടാക്കി തന്നതാണിത്. ഇത് വലിയ സമ്മാനം കിട്ടുന്ന ജീവിതമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ.